ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസിബിനും മൈ ഡ്രീംസ് ഗാർഡൻ. അപ്പോൾ നമ്മുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മുടെ ഓഫർ വീഡിയോ എന്ന് പറയുന്നത് അഗ്ലോണിമ ചെടികളുടെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റി അഗ്ലോണിമ ചെടികൾ നമുക്കിന്ന് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അഗ്ലോണിമ ചെടിയുടെ സെയിൽ വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റി തായ്ലൻഡ് വെറൈറ്റി അഗ്ലോണിമ ചെടികളും അതുപോലെ തന്നെ നോർമൽ വെറൈറ്റി അഗ്ലോണിമകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. പ്ലാന്റ്സുകൾ ഡയറക്റ്റ് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് ഡയറക്റ്റ് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വാട്സാപ്പ് നമ്പറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. DTDC കൊറിയറും ബ്ലൂ ഡാർട്ട് വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റുമാണ് നമ്മൾ യൂഷ്വലി ആയിട്ട് ഉപയോഗിക്കുന്ന കൊറിയറുകൾ. അപ്പോൾ നമുക്ക് ഏത് കൊറിയർ സർവീസാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം ഡിലേ ആയിട്ടായിരിക്കും സ്പീഡ് പോസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ ചാർജിലും നല്ല വ്യത്യാസം തന്നെയുണ്ട് സ്പീഡ് പോസ്റ്റിൽ. DTDC ആണ് കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഇതിനു മുമ്പ് പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചവർക്ക് കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാന്റ്സുകൾ കിട്ടിയത്, ഹെൽത്തി പ്ലാന്റ്സുകളായിരുന്നോ, പാക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കമൻസുകൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം കമൻറ്റ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ വീട് റോഡിനോട് ചേർന്നാണ്. കുറച്ച് വണ്ടി ചെല്ലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലെ പക്ഷിമൃഗാദികളുടെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പതിവ് പോലെ നമ്മൾ ഇന്നും 5 പേർക്ക് തന്നെയാണ് ഗിഫ്റ്റ് ഓഫറുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഓഫറുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക. സ്റ്റാറ്റസിൻ്റെ വ്യൂസ് നമുക്ക് നെക്സ്റ്റ് ഡേ ഇട്ട് തരാം. എത്ര വ്യൂസ് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ നറുക്കിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് വ്യൂസ് ഇട്ട് തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് 7 ദിവസം വരെയാണ് ഇതിന് ടൈം തരുന്നത് കേട്ടോ. നെക്സ്റ്റ് സൺഡേ 28th സൺഡേയിലാണ് നമ്മളിത് നറുക്കിട്ടെടുക്കുന്നത്. അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയിട്ടായിരിക്കും നറുക്കിടുക. നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചോളാം. അതുപോലെ തന്നെ ഒരുപാട് താങ്ക്സ് എല്ലാവരോടും ഉണ്ട് കേട്ടോ. ഒത്തിരി താങ്ക്സ് പറയാണ്. ഒത്തിരി പേര് നമ്മുടെ ചാനലൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് എല്ലാവരും തരുന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്ലാൻസുകൾ വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. കോൾ ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് ആ പ്ലാൻസിൻ്റെ ഐഡിയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് വരാം. അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിലിനായിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇന്നത്തെ ഹോം ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. നമ്മളിതാ ഈ ഒരു സൈഡിൽ പിങ്ക് വെറൈറ്റീസും അതുപോലെ തന്നെ കുറച്ച് തായ് വെറൈറ്റീസും ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് തന്നെയാണ് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം യൂണിഫോം പോലെ നല്ല അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ രാവിലത്തെ മുതലുള്ള പണിയാണ്, ഈ സമയം വരെയുള്ളൊരു പണിയാണ്. ഇത് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പണി തന്നെയാണ്. അപ്പോൾ പുതിയ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം നമുക്ക് കഴിഞ്ഞ ദിവസത്തോട് കൂടിയിട്ടാണ് ഒക്കെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. ഈ ഒരു സൈഡിൽ കുറച്ച് ബുഷി പോട്ട് എഗ്ലോണിമകളും അതുപോലെ തന്നെ കുറച്ച് തായ്ലൻഡ് വെറൈറ്റി എഗ്ലോണിമകളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിലൊരു വ്യൂസ് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓരോ ചെടികളുടെ സൈസും അതുപോലെ ഓരോ ചെടികളുടെ വിലയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നമ്മളിപ്പോൾ കുറച്ച് നേരമായാലും ഒക്കെ ഒന്ന് നനച്ചിട്ടെല്ലാം ഫ്രഷ് ആക്കി വെച്ചേക്കുവാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഓരോ പ്ലാന്റ്സുകളും പരിചയപ്പെടാം. പതിവ് പോലെ നമ്മൾ ഇന്നും 5 പേർക്ക് തന്നെയാണ് ഗിഫ്റ്റ് ഓഫർ കൊടുക്കുന്നത്. ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് ഓഫർ എന്നാൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഗിഫ്റ്റ് ഓഫറാണ് കൊടുക്കുന്നത്. ഈ ഒരു ബുഷി പോട്ട് പോത്തോസാണ് കൊടുക്കുന്നത്. അപ്പോൾ പോത്തോസ് എൻജോയ് പോത്തോസ് അതുപോലെ തന്നെ അവൈലബിളാണ്. മാർബിൾ പോത്തോസും അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ 2 വെറൈറ്റി പോത്തോസാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് ഓഫർ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വയ്ക്കാം. സ്റ്റാറ്റസിൻ്റെ വ്യൂസ് നിങ്ങൾക്ക് സൺഡേ മുതൽ സെൻഡ് ചെയ്ത് തരാം. അല്ല കുഴപ്പമില്ല, സൺഡേ ആക്കണമെന്നില്ല, നാളെ മുതൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ എത്ര വ്യൂസ് കിട്ടിയെന്നുള്ള അതും സ്ക്രീൻഷോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. എത്ര വ്യൂസ് ആയാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നറുക്കിടുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മൾ നറുക്കിടാനായിട്ട് ഒരു നമ്പർ തരും. ആ നമ്പർ വെച്ചിട്ടായിരിക്കും നറുക്കിടുക. നമുക്ക് മുന്നത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസായിട്ട് വീഡിയോയുടെ ലിങ്ക് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് പ്ലാൻസാണോ വേണ്ടത് എന്നുള്ളതിൻ്റെ ഐഡിയോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ ഇട്ട് വാട്സാപ്പിലേക്ക് വരാം. പ്ലാൻസുകൾ കൃത്യമായിട്ട് ഓരോ പ്ലാൻസുകളുടെയും സൈസും അതുപോലെ തന്നെ ഓരോ പ്ലാൻസുകളുടെയും പ്രൈസും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വരിക, സൈസ് മനസ്സിലാക്കുക. വീട്ടിൽ വന്നതിന് ശേഷം പ്ലാൻസ് സൈസ് ചെറുതായി പോയി എന്ന് ആരും കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏത് പ്ലാൻസാണ് വേണ്ടതെന്നുള്ള സ്ക്രീൻഷോട്ട് ഇട്ട് വരുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്ത് വരിക. നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി അതിനോടൊപ്പം സെൻഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടാൻ ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള, ഗിഫ്റ്റിന് നറുക്കിടുന്നതിനുള്ള സ്ക്രീൻഷോട്ട്, അതായത് നമുക്ക് എത്ര വ്യൂസ് കിട്ടിയെന്നുള്ള സ്ക്രീൻഷോട്ട് ഇട്ട് തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇടുന്നതിനോടൊപ്പം നിങ്ങളുടെ പേര് കൂടി അതിൻ്റെ തൊട്ട് താഴെ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോഴാണ് എനിക്ക് ബുക്കിൽ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പേര് മെൻഷൻ ചെയ്യാനായിട്ട് ആരും വിട്ടുപോകണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ വെറൈറ്റി വരുന്നത് അഗ്ലോണിമ ചില്ലി റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത് കേട്ടോ. പ്ലാന്റ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ വിത്ത് പോട്ടോട് കൂടിയിട്ട് തന്നെയായിരിക്കും സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് പുതിയ സ്റ്റോക്കുകളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചില്ലി റെഡിന് റേറ്റ് വരുന്നത് 230, 230 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ബേബി പിങ്ക് ആണ് കേട്ടോ. അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബേബി പിങ്ക് 230 തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത്. 230 രൂപയാണ്. ആവശ്യം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇത്രയും സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. 230 വെച്ചിട്ടാണ് ഈ 2 വെറൈറ്റിക്കും പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ ആദ്യം ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് റേറ്റ് കുറഞ്ഞ പ്ലാന്റുകളാണ് കാണിക്കുന്നത്. ലാസ്റ്റാണ് നമ്മൾ തായ് വെറൈറ്റീസ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കാം. ഇനി അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി വരുന്നത് നമുക്കിതധികം വരാത്തൊരു വെറൈറ്റിയാണ്. മെജസ്റ്റിക് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇതുപോലെ സ്ക്വയർ പോട്ടിൽ വരുന്ന പ്ലാന്റുകളെല്ലാം നമുക്ക് പോട്ടോട് കൂടിയിട്ട് തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. മെജസ്റ്റിക് പിങ്ക് ആണ്, ഒരു ലൈറ്റ് പിങ്ക് ആണ് വരുന്നത്. ഈ ഒരു കളറാണ് കേട്ടോ, കറക്റ്റ് കളറാണ് വന്നിരിക്കുന്നത്. ഇതാണ് കളർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 240, 240 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ഹെൽത്തിയാണ് പ്ലാന്റിന്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വരാറുള്ള പ്ലാന്റാണ് റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ്. അഗ്ലോണിമ റെഡ് ബ്യൂട്ടി 180 ആണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതും സ്ക്വയർ പോട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 180, 180 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അഗ്ലോണിമ ഡയമണ്ട് പിങ്കിൻ്റെ അഗ്ലോണിമ കുറച്ച് മാത്രം നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. 180 തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് കേട്ടോ. അഗ്ലോണിമയുടെ 10 ക്യാരറ്റ് അഗ്ലോണിമ നമുക്ക് ഒരു 4 പീസ് ഒക്കെ അവൈലബിൾ ആണ്. 10 ക്യാരറ്റ് അഗ്ലോണിമയ്ക്ക് റേറ്റ് വരുന്നത് 300 ആണ് കേട്ടോ. ഇന്നത്തെ റേറ്റ് വരുന്നത് 300 ആണ്. ഒരു 4-5 പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് വരുന്ന ഒരു വെറൈറ്റി അഗ്ലോണിമ റെഡ് സോഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അവൈലബിൾ ആണ്. 140 ആണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്തവണ എത്തിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് സിംഗിളായിട്ടും ബുഷായിട്ടും എത്തിയിട്ടുണ്ട്. ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 250, 250 രൂപയാണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടോ. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്.
ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി വരുന്ന അഗ്ലോണിമ സൂപ്പർ വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്കിവിടെ അടുത്ത് എപ്പോഴും സ്റ്റോക്കുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, നല്ല കളറൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റാണ്. 250 ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് ഇത്രയും സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരുന്നത് സ്റ്റാർ ഡസ്റ്റ് ആണ്. സ്റ്റാർ ഡസ്റ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 220 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 220 രൂപയാണ് സ്റ്റാർ ഡസ്റ്റിൻ്റെ റേറ്റ് വരുന്നത്. അത്രയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തൊരു വെറൈറ്റി വരുന്നത് മെഹ്റ മെറോണ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു 380 പ്ലാന്റ് ആയിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ 250 മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ 250 പ്ലാന്റിൻ്റെ സൈസ് ഏതാണെന്ന് നിങ്ങൾ ചോദിക്കില്ലേ? 250 പ്ലാന്റ് ഒരുപാട് വലുതായിരിക്കില്ല, ഒത്തിരി ലീവ്സ് ഉണ്ടായിരിക്കില്ല. അതായത് ഈ ഒരു 4 ലീവ്സൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഐ ഡി വരുന്നത് മെഹ്റ മെറോണ എന്നാണ്. വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സാണ് അവൈലബിൾ. ഇതിനകത്തിരിക്കുന്ന എല്ലാം 250 അല്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് പ്ലാന്റുകൾ 250 മുതലുണ്ട്. ചിലത് 300 ഉണ്ട്, 350 ഉണ്ട്. പല റേഞ്ചിലുള്ള പ്ലാന്റാണ് കേട്ടോ ഇരിക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് മാറുന്നത് കേട്ടോ. അടുത്ത ഒരു സൈസ് വരുന്നത് നമുക്ക് ഇതുവരെ വരാത്തൊരു വെറൈറ്റിയാണ്. അഗ്ലോണിമ 10x24 ക്യാരറ്റാണ്. അതായത് 10 ക്യാരറ്റും 24 ക്യാരറ്റും മിക്സഡ് വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ പോട്ട് സൈസ് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ, പ്ലാന്റ് വലുതാണ്. നല്ല ഹെൽത്തി ആയിട്ട്, വെരി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എത്തിയിരിക്കുന്നത്. 330 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പ്ലാന്റ്സിൻ്റെ പേര് വരുന്നത് 24x10, അതായത് 10 ക്യാരറ്റ് ക്രോസ് 24 എന്നാണ്. 10 ക്യാരറ്റുമല്ല 24 ക്യാരറ്റും അല്ലാത്ത നല്ല മിക്സ്ഡ് ആയിട്ടുള്ളൊരു വെറൈറ്റി. നല്ല ഹെൽത്തി ആട്ടോ പ്ലാന്റ്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. അപ്പോൾ നമുക്കത് ഇത്രയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് റോട്ടാണ്ടൻ ടൈഗറിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 260 ആണ് റോട്ടാണ്ടൻ ടൈഗറിന് റേറ്റ് വരുന്നത് കേട്ടോ. 260. അടുത്ത് വരുന്നത് ചൈന പിങ്ക് ആണ്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ്സ് തന്നെയാണ്. നമുക്ക് അവിടുത്തെ എപ്പോഴും സ്റ്റോക്ക് വരുന്നൊരു പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. 220 ആണ് ചൈന പിങ്കിന് റേറ്റ് വരുന്നത്. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് ചൈന പിങ്ക് അവൈലബിൾ ആണ്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ജയ്പോങ് റെഡ് ആണ്. ജയ്പോങ് റെഡിൻ്റെ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 260, 260 രൂപയാണ് ജയ്പോങ് റെഡിന് റേറ്റ് വരുന്നത്. സൈസ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പ്ലാന്റ്സുകളെല്ലാം ഹെൽത്തിയാണ്. ഉണ്ടോ, ഇതാണ് സൈസ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് കാണിക്കുന്നത് അഗ്ലോണിമ റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ വെറൈറ്റി. 230 ആണ് റെഡ് ഏഞ്ചലിന് റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. 230 രൂപയാണ് റെഡ് ഏഞ്ചൽ റേറ്റ് വരുന്നത്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ കൃത്യമായിട്ട് കണ്ടോളുക. സൈസ് ചെറുതായി പോയി ഇന്ന് ആരും കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. പ്ലാന്റിൻ്റെ സൈസുകൾ റേറ്റുകളെല്ലാം നോക്കിയിട്ട് മാത്രം പ്ലാന്റിന് ഓർഡർ തരാം കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി വരുന്നത് അഗ്ലോണിമയുടെ വിദൂരി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 260 ആണ് റേറ്റ് വരുന്നത്. 260 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ സീഡ്ലിംഗ് ആണ്. ചെറിയ പ്ലാന്റ്, സൂപ്പർ വൈറ്റിൻ്റെ ചെറിയ പ്ലാന്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 140 ആണ് റേറ്റ് വരുന്നത്. 140 രൂപ. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് സീഡ്ലിംഗ് അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ഒരു സീഡ്ലിംഗ് വന്നിരിക്കുന്നതാണ് നമുക്ക് ബ്ലാക്ക് മെറൂൺ. ചെറിയ പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ പ്ലാന്റിൻ്റെ സൈസ്. ഈ പ്ലാന്റ് വീട്ടിൽ വന്നപ്പോൾ പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു ചെറുതായിപ്പോയിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴും പറയുന്നു വീഡിയോയിൽ കൃത്യമായിട്ട് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്, കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ. ഇതിൻ്റെ പേര് വരുന്നത് ബ്ലാക്ക് മെറൂൺ എന്നാണ്. 140 മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തൊരു വെറൈറ്റി വരുന്നത് അഗ്ലോണിമയുടെ റെഡ് ബൗൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇന്നത്തെ റേറ്റ് വരുന്നത് 360 ആണ് കേട്ടോ. 360 രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. അടുത്തത് വരുന്നത് അഗ്ലോണിമ. നമുക്കിപ്പോൾ എപ്പോഴും വരാറുള്ള പ്ലാന്റ് തന്നെയാണ്. ഗരുഡ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്. കുറച്ച് മാത്രം കേട്ടോ സ്റ്റോക്കുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. 360 ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ. 360 രൂപ.
ഇനിയിപ്പോൾ ഇത് എപ്പോഴും എൻക്വയറി നടക്കുന്ന പ്ലാന്റ്സുകളാണ്. ഇത് തൈറോയ്ഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്. തൈറോയ്ഡിൻ്റെ ബുഷി പോട്ട് പ്ലാന്റ് റേറ്റ് വരുന്നത് 800 രൂപയാണ് ബുഷി പോട്ട്. ബുഷി പോട്ട് എന്ന് പറയുമ്പോൾ 2 ഷൂട്ടാണ് കേട്ടോ, ഒത്തിരി ഷൂട്ട് പ്രതീക്ഷിക്കരുത്. 2 ഷൂട്ട് മാത്രമാണ് ബുഷി പോട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ്. സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 400 ആണ് കേട്ടോ. 400 രൂപയാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സിംഗിൾ ഷൂട്ട് വരിക കേട്ടോ. 400 രൂപയാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് എപ്പോഴും വരാറുള്ള വെറൈറ്റി തന്നെയാണ് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ ബുഷി പോട്ട് പ്ലാന്റ്. ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ്. ബുഷി പോട്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം സൈസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതാ ഒരു പോട്ടിൽ വെച്ചാൽ പോട്ട് കാണില്ലാത്ത രീതിയിലേക്ക് അത്രയും ബുഷാണ്. വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 മാത്രമാണ് കേട്ടോ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ്. 170 ആണ് സിംഗിൾ ഷൂട്ട് വരുന്നത്. അപ്പോൾ സിംഗിൾ ഷൂട്ട് എന്ന് പറഞ്ഞാലും അത്ര ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് സിംഗിൾ ഷൂട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും തന്നെ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് സിംഗിൾ ഷൂട്ട് വരുന്നത്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ 170 ആണ് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് അഗ്ലോണിമ. നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് ഇവിടെ ഉള്ളതിലും വെച്ച് ഏറ്റവും ലോവസ്റ്റ് റേറ്റിൻ്റെ അഗ്ലോണിമയാണ് അഗ്ലോണിമ പിങ്ക് അറോറ. പിങ്ക് അറോറ എന്ന് പറഞ്ഞ അഗ്ലോണിമയ്ക്ക് റേറ്റ് വരുന്നത് 120 ആണ് കേട്ടോ. സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 120 ആണ്. ഒത്തിരി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് 3 ഷൂട്ടിൻ്റെ ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് റേറ്റ് വരുന്നത് 350 350 രൂപയാണ് ഇതിൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് അടുത്തൊരു വെറൈറ്റി അഗ്ലോണിമയാണ്. അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഇതാ ഈ ഒരു ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ പഴയ വെറൈറ്റിയാണ്, എപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. 140 മാത്രമാണ് കേട്ടോ ഈ സ്നോ വൈറ്റിന് റേറ്റ് ഉള്ളൂ. ഇതൊക്കെ നമുക്ക് വിത്ത് പോട്ടായിട്ട് അയച്ചു തരാൻ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഗോൾഡൻ പപ്പായയുടെ ഒരു 3 പോട്ട് അവൈലബിൾ ആണ് കേട്ടോ. ബുഷി പോട്ട് വരുന്നത് 2 ഷൂട്ടിൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത്. നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ്. 700 ആണ് ഈ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് വേണമെന്നെങ്കിൽ 350 ആണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. 3 പോട്ട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അഗ്ലോണിമയുടെ പിങ്ക് ലേഡി അഥവാ പിങ്ക് വാലന്റൈൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല. അപ്പോൾ പിങ്ക് വാലന്റൈൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് വാലന്റൈൻ അഥവാ പിങ്ക് ലേഡി എന്ന് പറയും. 220 ആണ് ഇതിന് റേറ്റ് വരുന്നത്. 220 രൂപയാണ് ഈ പിങ്ക് വാലന്റൈന് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡബിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് 2 ഷൂട്ട് വേണമെന്നുള്ളവർക്ക് ഇത് പ്ലാന്റ് അവൈലബിൾ ആണ്. ഡബിൾ ഷൂട്ട് പ്ലാന്റ് അഥവാ ബുഷി പോട്ട് പ്ലാന്റ് റേറ്റ് വരുന്നത് 400 ആണ് കേട്ടോ. ഇതായിരിക്കും സൈസ് വരിക. 2 ഷൂട്ടായിരിക്കും ഇതിനകത്ത് പ്ലാന്റ് വരിക കേട്ടോ. ഇപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്നത് അഞ്ചുമാൻ റെഡാണ്. ഇതൊന്നും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല. അഞ്ചുമാൻ റെഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 220 രൂപയാണ് അഞ്ചുമാൻ റെഡിന് റേറ്റ് വരുന്നത് കേട്ടോ. ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വരട്ടെ. ഈ ഗ്രീൻ ഷെയ്ഡൊക്കെ മാറി നല്ല റെഡിലേക്ക് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം അവിടെ വെച്ച് കാണിച്ച പിങ്ക് ലേഡി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിന് ഈ പറഞ്ഞാണ് ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലത്തെ ലീഫിൻ്റെ കളർ കണ്ടോ, ഇതുപോലത്തെ ഒരു കളറായിരിക്കും. ഇനിയിപ്പോൾ അത് കളർ കയറി വന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളർ ചേഞ്ചായി വരുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തൊരു പ്ലാന്റ് വരുന്നത് പിങ്ക് ഡാൽമേഷൻ. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ്. പിങ്ക് ഡാൽമേഷൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 ആണ്. 220 രൂപയാണ് പിങ്ക് ഡാൽമേഷൻ റേറ്റ് വരുന്നത് കേട്ടോ. പിങ്ക് ഡാൽമേഷൻ്റെ സൈസ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റാണ്. പിങ്ക് ഡാൽമേഷൻ തന്നെ 2 ടൈപ്പിൽ നമുക്ക് വന്നിരുന്നു. ഒന്ന് നീളമുള്ള ലീഫായിട്ട് വന്നിരുന്നു. ഇതിപ്പം കുറച്ച് നീളം വട്ടത്തിലെ ലീഫ്, റൗണ്ടായിട്ടാണ് ഇതിൻ്റെ ലീഫ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിങ്ക് ഡാൽമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തൊരു പ്ലാന്റ് വരുന്നത് ഹെങ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ട് തീർന്നു പോയൊരു പ്ലാന്റാണ്, കൊടുക്കാനായിട്ട് നമുക്ക് തികഞ്ഞിരുന്നില്ല. അപ്പോൾ ഹെങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് വരുന്നത്. അപ്പോൾ ഈ ഹെങ് എന്ന് പറഞ്ഞ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 220 220 രൂപയാണ് ഹെങ്ങിന് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടാൻ പാകത്തിന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ കളറുകളെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടാൻ പാകത്തിന് തന്നെ അഗ്ലോണിമ പ്ലാന്റുകൾ വെക്കാം. അപ്പോൾ നമുക്ക് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് ആവശ്യം പോലെ അവൈലബിൾ ആണ് കേട്ടോ. അത് ബുഷി പോട്ടും വന്നിട്ടുണ്ട്, അതുപോലെ സിംഗിൾ ഷൂട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 400 ആണ്. 2 ഷൂട്ടാണ് ബുഷി പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് അഗ്ലോണിമ ഐസ്ബർഗ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്.
ഒരു 4-5 പ്ലാന്റോളം അവൈലബിൾ ആണ് കേട്ടോ. ഒരു വെറൈറ്റി കളറാണ് ഇതിന് വരുന്നത്. ഗ്രീനും ഒരു തത്തപ്പച്ച കളറൊക്കെ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് 250 ആണ്, 250 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക് നോർമൽ വെറൈറ്റീസ് ആയിട്ട് ഇപ്പോൾ നിലവിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തായ് വെറൈറ്റീസ് പ്ലാന്റുകൾ പരിചയപ്പെട്ടാലോ? അപ്പോൾ നമുക്ക് തായ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം വരുന്ന തായ് വെറൈറ്റി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അന്തിനി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റ് ആണ്, മദർ പ്ലാന്റ് ആണ്. ഈ ഒരു അന്തിനി എന്ന് പറയുന്ന ഈ പ്ലാന്റിന്, ഈ മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് 600 ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇത്രയും വലിയ ലീഫാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ കളർ പാറ്റേണൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ അന്തിനിയുടെ അത്രയും വിലയുടെ പ്ലാന്റ് വേണ്ട, ചെറിയ പ്ലാന്റ് വേണം എന്നുള്ളവർക്ക് അന്തിനിയുടെ 400 പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 400 പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് നോക്കിയാലോ? ഇതൊക്കെയാണ് 400 പ്ലാന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും 400 പ്ലാന്റ് ആയിട്ട് വരിക. ഇതൊക്കെ 400 പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 400 പ്ലാന്റ് ആണോ 600 പ്ലാന്റ്സ് ആണോ വേണ്ടതെന്നുള്ള സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ അത് റൈറ്റ് ചെയ്തിട്ടാലും മതി നിങ്ങൾ ചോദിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് അന്തിനി അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി വരുന്നത് അഗ്ലോണിമ റയാൻ ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമുക്ക് എപ്പോഴും ഇവിടെ വരുന്ന പ്ലാന്റ്സ് തന്നെയാണ്. നമുക്ക് എപ്പോഴും ഇവിടെ സെയിലിന് വരാറുള്ള പ്ലാന്റ് തന്നെയാണ്. 500 ആണ് ഇന്നത്തെ റയാൻ ഗോൾഡിന് റേറ്റ് വരുന്നത്. പ്ലാന്റിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. നമുക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ റെഡ് സ്റ്റാർഡസ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. റെഡ് സ്റ്റാർഡസ്റ്റ് എന്ന് പറയുമ്പോൾ തായ് വെറൈറ്റീസ് ആയിരിക്കും. റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ കളറ് വരുന്നത്. സൈസ് നോക്കാം നമുക്ക്. ഇത് നമുക്ക് 400 രൂപ മുതലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയാണ്. വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈസ് ഒന്ന് നോക്കാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 600 ആണ് കേട്ടോ. ഇപ്പം ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ്. 400 ആയിരിക്കും ചെറിയ പ്ലാന്റിന് സൈസ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർഡസ്റ്റ് കണ്ടതല്ലേ എന്ന്. അപ്പോൾ ആദ്യം കണ്ട സ്റ്റാർഡസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ പ്ലാന്റും തമ്മിൽ നല്ല വ്യത്യാസം തന്നെയുണ്ട് കേട്ടോ. നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കാം. 2 പ്ലാന്റ്സുകളും 2 സ്റ്റാർഡസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കളറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ കാര്യത്തിലും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കാണിച്ചത് വെറൈറ്റി കേട്ടോ. സ്റ്റാർഡസ്റ്റ് ഒത്തിരി വ്യത്യാസമുള്ള വെറൈറ്റി തന്നെയാണ്. അത് നോർമൽ സ്റ്റാർഡസ്റ്റാണ്. ഇത് റെഡ് സ്റ്റാർഡസ്റ്റാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴും എൻക്വയറി നടക്കുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമയുടെ 24 ക്യാരറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി. അപ്പോൾ നമ്മൾ ആദ്യം 10 ക്യാരറ്റ് കണ്ടിരുന്നു, അതുപോലെ തന്നെ 24ഉം 10 ക്യാരറ്റും ക്രോസ് ആയിട്ടുള്ള പ്ലാന്റ് കണ്ടിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഒറിജിനൽ 24 ക്യാരറ്റാണ്. എന്താണ് ഒറിജിനൽ 24 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കളർ വരുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി ഇതിന് സൺലൈറ്റ് കിട്ടുന്തോറും ഇതിൻ്റെ കളർ നല്ല കളറായിട്ട് തന്നെ തെളിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഇത്രയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അഗ്ലോണിമ 24 ക്യാരറ്റ് ഇന്നത്തെ പ്രൈസ് വരുന്നത് 600 ആണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് വേണ്ടി ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഒന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഇനി 24 ക്യാരറ്റും നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റ് സെയിം ആണോ എന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് പറയാം, കമ്പയർ ചെയ്ത്. കണ്ടോ, ഇതാണ് പ്ലാന്റിൻ്റെ വ്യത്യാസം വരുന്നത്. ഇതാണ് നമ്മൾ ആദ്യം കാണിച്ചൊരു പ്ലാന്റ്. ഇതാണ് നമ്മളിപ്പോൾ കാണിക്കുന്ന പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ഇന്ന് സെയിലിന് അവൈലബിൾ ആണ്. അടുത്തൊരു വെറൈറ്റി വരുന്ന അഗ്ലോണിമ റെഡ് വൈൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഇന്ന് സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുമായിരുന്നു, പക്ഷേ പ്ലാന്റ്സ് എല്ലാം സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. റെഡ് വൈൻ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതെല്ലാം വിത്ത് ബേബിയോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാ പ്ലാന്റ്സിനും വിത്ത് ബേബി ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 850 രൂപയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് റേറ്റ് കൂടുതലെന്ന്. റേറ്റ് കൂടുതലല്ല, തായ് വെറൈറ്റി പ്ലാന്റ്സുകൾക്ക് പൊതുവേ റേറ്റ് കൂടുതൽ തന്നെയാണ്. നോർമൽ വെറൈറ്റി അപേക്ഷിച്ച് തായ് വെറൈറ്റി പ്ലാന്റ്സുകൾക്ക് റേറ്റ് കൂടുതൽ തന്നെയാണ് കേട്ടോ.
ഇത്രയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഈ പറഞ്ഞോണം കളർ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ കളറുകളെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വരുക. ഇതായിരിക്കും ഇതിൻ്റെ ഒറിജിനൽ കളറായിട്ട് വരിക. കണ്ടോ, ഇത് വേറൊരു ഇത് കാണിച്ചിട്ട് ഈ ഒരു കളറിലേക്കായിരിക്കും ഈ പ്ലാന്റ്സ് നമുക്ക് സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ലീഫിൻ്റെ കളറുണ്ടോ, കുറച്ച് മങ്ങിയ കളറുണ്ടോ, പുതിയ ലീവ്സിൻ്റെ കളറുണ്ടോ, ഇങ്ങനെയായിരിക്കും വരിക. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു പ്ലാന്റ് വരുന്നത് ലെക്സബ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. വലിയ പ്ലാന്റാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി വലിയ പ്ലാന്റാണ് ലെക്സബ് വന്നിരിക്കുന്നത്. ലെക്സബിൻ്റെ സൈസ് എത്രമാത്രം ഉണ്ട് നമുക്ക് നോക്കാം. ലെക്സബ് ഇത് ബുഷി പോട്ട് ലെക്സബാണ് വന്നിരിക്കുന്നത്. ബുഷി പോട്ട് ലെക്സബിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 750 ആണ് കേട്ടോ. 750 രൂപയാണ് ബുഷി പോട്ട് ലെക്സബിന് വരിക. ഇതായിരിക്കും അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വരിക. നമ്മളിപ്പോൾ ഒരു പോട്ടിൽ വെച്ചാൽ പോട്ട് കാണില്ലാത്ത രീതിയിലാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഡബിൾ ഷൂട്ടാണ്, 2 ഷൂട്ടിൻ്റെ ബുഷി പോട്ടാണ്. 750 ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിൾ ഷൂട്ടിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം വലുത് തന്നെയാണ്. സിംഗിൾ ഷൂട്ട് പ്ലാന്റ് റേറ്റ് വരുന്നത് 400 രൂപയാണ് കേട്ടോ, 400. നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ അനീറ്റ, റെഡ് അനീറ്റ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. റെഡ് അനീറ്റ നമുക്ക് അധികം സെയിലിനായിട്ട് വന്നിട്ടില്ലാത്തൊരു പ്ലാന്റാണ് റെഡ് അനീറ്റ എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത് ബുഷി പോട്ട് പ്ലാന്റ്സും അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ്. ഇത് വന്നിരിക്കുന്നത് എല്ലാം ഡബിൾ ഷൂട്ട് ബുഷി പോട്ട് പ്ലാന്റ് ആണ് റെഡ് അനീറ്റ. ഇതിന് റേറ്റ് വരുന്നത് ബുഷി പോട്ട് പ്ലാന്റ് ഇതൊരു തായ് വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ്. 950 ആണ് ഇതിൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ്. സിംഗിൾ ഷൂട്ട് 500 ആണ് റേറ്റ് വരുന്നത്. സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് വരുന്നത്. ഈ പ്ലാന്റ്സിൻ്റെ പേര് വരുന്നത് റെഡ് അനീറ്റ എന്നാണ് കേട്ടോ. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് റെഡ് അനീറ്റ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു പ്ലാന്റ് വരുന്നത് തായ് വെറൈറ്റി പീച്ച് പനാമ ആൻഡ് പിങ്ക് പനാമയാണ്. അപ്പോൾ നമുക്കിത് എപ്പോഴും സെയിലിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പിങ്ക് പനാമയുടെ സൈസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പിങ്ക് പനാമ സൈസ് വരുന്നത് കേട്ടോ. ഇനി പീച്ച് പനാമ 2 മിക്സ് ചെയ്താണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പീച്ച് പനാമ. അപ്പോൾ ഇന്നത്തെ പ്രൈസ് വരുന്നത് 700 ആണ് കേട്ടോ. 700 രൂപയാണ് ഈ പനാമയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള പ്ലാന്റ്സ്, ഇഷ്ടം പോലെ പ്ലാന്റ്സ് നമുക്കിന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസൊക്കെ എല്ലാവരും കൃത്യമായിട്ട് കണ്ടല്ലോ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 1-2 വാനില പനാമ കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ്. വാനില പനാമയാണ്. 750 ആണ് വാനില പനാമയ്ക്ക് റേറ്റ് വരുന്നത് കേട്ടോ. വാനില പനാമ നമുക്ക് അധികം അവൈലബിൾ അല്ല, എന്നാലും നമുക്ക് ഒരു 3-4 പീസ് മാത്രമാണ് വാനില പനാമ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയും പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണെന്ന്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വെറൈറ്റി വരുന്നത് പ്രക്കായ് പെറ്റ് എന്ന് പറയുന്ന അഗ്ലോണിമയാണ്. അഗ്ലോണിമ പ്രക്കായ് പെറ്റിൻ്റെ ബുഷി പോട്ട് പ്ലാന്റും അതുപോലെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സും അവൈലബിൾ ആണ്. ബുഷി പോട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 1100 രൂപയാണ്. ബുഷി പോട്ട് പ്ലാന്റ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയാണ് കേട്ടോ. സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഇതാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 600 രൂപയാണ്. അഗ്ലോണിമ പ്രക്കായ് പെറ്റ് 600 റുപ്പീസ്. ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമയുടെ റെഡ് ആപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റി. അപ്പോൾ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമുക്കിന്നിപ്പോൾ ഒരു 20 പ്ലാന്റ്സോളം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റെഡ് ആപ്പിൾ നമുക്ക് ഇവിടെ 850 രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് റേറ്റ് മാറുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്ലാന്റ് മീഡിയം സൈസ് പ്ലാന്റും വലിയ സൈസ് പ്ലാന്റും അവൈലബിൾ ആണ്. അപ്പോൾ 850 മുതൽ അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇനി അടുത്തൊരു തായ് വെറൈറ്റി വന്നിരിക്കുന്ന അഗ്ലോണിമ സെൻസ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് സെൻസ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസ്റ്റാറിൻ്റെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊന്നും കാണാം. ഡബിൾ ഷൂട്ട് പ്ലാന്റ് സെൻസ്റ്റാർ അവൈലബിൾ ആണ്. ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 1100 രൂപയാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് അത്ര വിലയുടെ പ്ലാന്റ്സ് വേണ്ട, സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിൻ്റെ റേറ്റും സൈസും നമുക്കൊന്ന് നോക്കാം. ഇതാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ.
ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 600 രൂപയാണ് കേട്ടോ. ഇതാ പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ ഈ ഒരു സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 600. അടുത്തൊരു വെറൈറ്റി വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ. ഇതിന് നമുക്ക് ഐഡിയ അറിയില്ല. അതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു 2-3 ഷൂട്ടോട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. 450 ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. നമുക്ക് അധികം പ്ലാന്റ്സ് ഒന്നും അവൈലബിൾ അല്ല. ഒരു 4 പോട്ട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. 450 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അങ്ങനെ ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഗ്ലോണിമ ചെടികൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ചെടികളുടെ ഐഡിയും അതുപോലെ തന്നെ പ്രൈസും സൈസും എല്ലാം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാവും. വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോംബോ പരിചയപ്പെട്ടാലോ? ഇതാണിതാ എൻജോയ് പോത്തോസിൻ്റെ ഈ ഒരു ബുഷി പോട്ട് പ്ലാന്റും അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റിനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. മാർബിൾ പോത്തോസിൻ്റെ ഈ ഒരു ബുഷി പോട്ട് പ്ലാന്റ്സും വെച്ചിട്ടുള്ളൊരു കോംബോയാണ്. കോംബോ പ്രൈസ് വരുന്നത് 240, 240 രൂപയാണ് ഇത് തമ്മിലുള്ള കോംബോ വരുന്നത്. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാം, അതുപോലെ ഹാങ് ചെയ്തിടുകയൊക്കെ ചെയ്യാവുന്നൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത്രയും പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഒരു വ്യത്യസ്തമായിട്ടൊരു ചെടി കൂടി കാണിക്കാം. ചൈനീസ് മണി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചൈനീസ് മണി പ്ലാന്റ്. ഈ ചൈനീസ് മണി പ്ലാന്റും അതുപോലെ വാട്ടർമെലൺ പെപ്രോമിയ എന്ന് പറഞ്ഞ ഈ വെറൈറ്റി നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ടുള്ളൊരു കോംബോ പ്രൈസ് എന്ന് പറയുന്നത് 240 തന്നെയാണ്. ഇപ്പോൾ സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് 130 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. വാട്ടർമെലൺ പെപ്രോമിയ ചൈനീസ് മണി പ്ലാന്റ് ഇത് നമ്മൾ കേരളത്തിൽ മാത്രമാണ് അയച്ചു കൊടുക്കുകയുള്ളൂ. കാരണം ഇത് ഒരു സെൻസിറ്റീവ് പ്ലാന്റ്സ് ആണ്. നമുക്ക് 2-3 ദിവസം കൊറിയറിൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഡാമേജ് ആയി പോകുന്നൊരു പ്ലാന്റാണ്. അതുകൊണ്ട് നമ്മൾ കേരളത്തിലേക്ക് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊറിയർ അയച്ചു തരുള്ളൂ കേട്ടോ. നമ്മുടെ എല്ലാ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കലാത്തിയ പ്ലാന്റ്സുകൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിന് അധികം കലാത്തിയ പ്ലാന്റ്സ് അവൈലബിൾ അല്ല. എന്നാൽ നമുക്ക് കൂടുതൽ വന്നിരിക്കുന്ന കലാത്തിയ എന്ന് പറയുന്നത് കലാത്തിയയുടെ ഡോട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റാണ് കലാത്തിയ ഡോട്ടി. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിട്ട് ഒരു 2-3 ഷൂട്ടൊക്കെ ആയിട്ടുള്ള 3 ഷൂട്ട് മസ്റ്റായിട്ട് ഉണ്ടാവും ഡോട്ടിയിൽ. ഇത്രയും ഹെവി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് ഈ ഒരു ബുഷി പോട്ട് പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 280 ആണ് കേട്ടോ. 280 രൂപയാണ്. എൻ്റെ അഭിപ്രായത്തിൽ കലാത്തിയ പ്ലാന്റ്സ് സിംഗിൾ ഷൂട്ടിനേക്കാളും എപ്പോഴും ബെറ്റർ ബുഷി പോട്ട് വാങ്ങിക്കുക തന്നെയായിരിക്കും. കാരണം ഈ വെയിലും ചൂടൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിന് കരിച്ചിലും അതുപോലെ തന്നെ ചൂടായിട്ട് കഴിഞ്ഞാൽ വേഗം ലീഫുകൾക്ക് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ബുഷി പോട്ടായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനിയിപ്പോൾ സിംഗിൾ ഷൂട്ട് ആവശ്യമുള്ളവർക്ക് സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ്. 130 ആണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത്. വേനൽ കാരണം കൊണ്ട് ഇപ്പോൾ മഴ പെയ്യാത്തത് കൊണ്ട് കലാത്തിയ പ്ലാന്റ്സുകൾ നന്നായിട്ട് നനച്ചിടേണ്ടതായിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും കലാത്തിയ പ്ലാന്റ്സുകൾ നന്നായിട്ട് നനച്ചിടണം. ഈ ഒരു വെറൈറ്റി കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് ബുഷി പോട്ട് റേറ്റ് വരുന്നത് 280 തന്നെയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സിംഗിൾ ഷൂട്ട് ആവശ്യമുള്ളവർക്ക് സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ്. എപ്പോഴും ബുഷി പോട്ട് തന്നെയായിരിക്കും ബെറ്റർ. അതുപോലെ നമുക്ക് ഇന്ന് പുതിയതായിട്ടൊരു കലാത്തിയ എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റാണ് കലാത്തിയുടെ മാരിയോൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. 2 ഷൂട്ട് 3 ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ് കലാത്തിയ മാരിയോൺ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 320. ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 320. സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 130 ആണ് കേട്ടോ. 130 രൂപയാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത്. ഇവിടെ 1-2 വെറൈറ്റി അഗ്ലോണിമ കൂടി ഉണ്ട് കേട്ടോ. അധികം പ്ലാന്റ്സ് അവൈലബിൾ അല്ല, എന്നാലും കാണിക്കുവാണ്. അഗ്ലോണിമയുടെ ബ്ലാക്ക് എമറാൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. 550 ആണ് ബ്ലാക്ക് എമറാൾഡിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 2-3 പീസ് പ്ലാന്റ് മാത്രം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അഗ്ലോണിമ സുമാത്ര എന്ന് പറഞ്ഞൊരു പ്ലാന്റ്സും കൂടി അവൈലബിൾ ആണ്. 750 ആണ് സുമാത്രയ്ക്ക് റേറ്റ് വരുന്നത്. എല്ലാമാണ് നമ്മുടെ ഇന്നത്തെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളും കാര്യങ്ങളും. അപ്പോൾ എല്ലാ പ്ലാന്റ്സുകളുടെ ഐഡിയും അതുപോലെ തന്നെ പ്രൈസ് അതുപോലെ തന്നെ സൈസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ എപ്പോഴും നമ്മൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല കേട്ടോ. നമ്മൾ പകൽ കൂടുതലും മെസ്സേജുകൾ നോക്കാറില്ല. പകൽ പാക്കിങ്ങും കാര്യങ്ങളുടെയൊക്കെ തിരക്കിലായിരിക്കും. നൈറ്റും ഏർലി മോർണിംഗ് ആയിരിക്കും മെസ്സേജുകൾക്ക് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാൻ അല്പം താമസം വെച്ച് ആരും പരിഭവപ്പെടേണ്ട. എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടും കേട്ടോ. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ വീഡിയോ സ്റ്റാറ്റസ് വെക്കാനായിട്ട് ആരും മറക്കണ്ട. ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.